എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അക്രലിക്കിൽ ഒരു മൊബൈൽ ഫോൾഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. മൊബൈൽ ഫോൾഡറായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് കാർഡ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡ്രോയിങ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. ഇതിൽ ആ താഴത്തെ ലൈന് കാണുന്നത് ഫസ്റ്റത്തെ അതിൻ്റെ ഫ്രണ്ടത്തെ ബെൻഡാണ്, അവിടെ ആ കോർണറിൽ കാണുന്നത്. രണ്ടാമത്തത് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന അത് ബെൻഡ് ചെയ്യാനുള്ള മാർക്കിംഗ് ആണ്. പിന്നെ ടോപ്പിൽ ആ കാണുന്ന ലൈനാണ് ഇതിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്ന ബെൻഡ് ചെയ്യാനുള്ള മാർക്കിംഗ് ആണത്. പിന്നെ ഈ കട്ടിങ് വരുന്നത് നമുക്ക് ആ പെൻ ഹോൾഡർ വെക്കാനുള്ള ആ പോക്കറ്റിൻ്റെ ഇതാണ്. ഇതിൻ്റെ ആ പീസുകളാണ് നമ്മളിവിടെ ഈ വരച്ച് വെച്ചത്. ഓക്കെ, ഇനി ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഇത് വരിക. ഓക്കെ, ഇത് നമ്മൾ ലേസർ മെഷീൻ്റെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നു. ഇനി ഇത് ഇത്രയും പീസുകളാണ് ഉണ്ടാകുക. ഇത് നമ്മളവിടെ ചെയ്ത ഡ്രോയിങ് ആണ്. ഇത് മേലത്തെ പോക്കറ്റിൻ്റെ ചെറിയ പീസാണ് ആ കാണുന്നത്. ഇനി നമ്മൾ ഷീറ്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മളിത് റൊട്ടേറ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ചെറിയൊരു പീസാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ട് ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ പവറൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലൈനിന് വേറൊരു പവർ കൊടുക്കണം, കട്ട് ചെയ്യാൻ വേറൊരു പവർ കൊടുക്കണം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മളെ ചാനലിൽ കൂടുതൽ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ലേസർ വന്നിട്ട് പീസ് നമ്മൾ ആ മെഷീനിൽ കൊടുത്ത് അതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ 2 ലൈൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി ഔട്ടർ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ A4 സൈസ് അക്രലിക് ഫോൾഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ പീസ് കട്ടായി. ഇനി ആ ഫോൾഡറിനുള്ള 2 ചെറിയ പീസാണ് കട്ട് ചെയ്യണത്. പെൻ ഫോൾഡറിനുള്ള പീസുകളാണ് അപ്പോൾ മെഷീനിൽ കട്ട് ചെയ്യണത്. ഓക്കെ, ഇനി ഇതാണ് നമ്മളെ കട്ടിങ് മെഷീൻ, സ്ലൈഡിങ് കട്ടർ. ഇതിനകത്ത് നമ്മൾ MDF കട്ട് ചെയ്യും, അക്രലിക്കും എല്ലാം ഇതിനകത്ത് തന്നെ കട്ട് ചെയ്യണത്. അക്രലിക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പുള്ള ബ്ലേഡ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് നമ്മൾ ഗ്രൂവ് അടിക്കണം. അത് ആ പീസാണ് ഈ കാണുന്നത്. നമ്മൾ ആ 2 ലൈനില്ലേ അവിടെ നമ്മൾ ചെറിയൊരു ഗ്രൂവ് അടിക്കും. ഗ്രൂവ് അടിക്കുന്നത് എന്തിനാ വെച്ചാൽ ബെൻഡിങ് ഷാർപ്പായിട്ട് നമ്മൾ ആക്ച്വൽ സൈസിൽ തന്നെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൂവ് അടിക്കുന്നത്. ഗ്രൂവ് അടിക്കാതെയും ചെയ്യാം. ഗ്രൂവ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആക്ച്വലായിട്ട് അവിടെ തന്നെ കറക്റ്റായിട്ട് ബെൻഡാവും. ഓക്കെ, ഇപ്പോൾ 2 ഗ്രൂവ് നമ്മളവിടെ അടിച്ചു. ഇനി നമുക്കിത് ബെൻഡ് ചെയ്യണം. അപ്പോൾ പേപ്പർ റിമൂവ് ചെയ്യുക ആദ്യം. പേപ്പർ റിമൂവ് ചെയ്താൽ ക്ലിയർ ആവുള്ളൂ, ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ആ ഫസ്റ്റത്തെ ബെൻഡ് ആദ്യം ചെയ്യണം. അത് ആ ലൈന് കറക്റ്റ്, കോയിലിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഗ്രൂവ് അടിച്ച ഭാഗം കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വെക്കുക. പെട്ടെന്ന് ചൂടാവും. ചെറിയ പീസ് 2.8 mm തിക്നെസ്സിലാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് ചൂടാവും. ഫസ്റ്റത്തെ ബെൻഡ് ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ അത് റൈറ്റ് ആംഗിൾ ആവും. കൂടുതൽ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റൊക്കെ വെച്ച് ചെയ്യാം. ഇത് രണ്ടാമത്തെ ബെൻഡ്. ഇത് നമുക്ക് ചെറിയൊരു ആംഗിളിലാണ് വരിക. ആദ്യത്തേത് നമ്മൾ റൈറ്റ് ആംഗിൾ ബെൻഡ് ചെയ്യും. രണ്ടാമത്തെ ബെൻഡ് ചെറുതായിട്ടൊരു ആംഗിൾ, നമ്മൾ ഫോണൊക്കെ സ്റ്റാൻഡായി നിൽക്കുന്ന ആ ചെറിയൊരു ആംഗിളിലാണ് രണ്ടാമത്തെ ബെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിപ്പോൾ ചൂടാവും. ഇത് പെട്ടെന്ന് ചൂടായിട്ടുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കിയിട്ട് അപ്പം തന്നെ നമുക്ക് എടുക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡാക്കി വെക്കുക. ഇനി ഞാൻ ആ ആംഗിൾ ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു താഴെ. അവിടെ വെച്ചിട്ടാണ് നമ്മളിത് ഓക്കെ ആക്കി എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ആംഗിളിൽ ഇങ്ങനെ കിട്ടും. ഇനി അതിൻ്റെ മേളത്തെ ബെൻഡ് ബാക്കിലോട്ട് ഫോൾഡായി നിൽക്കാനുള്ള ബെൻഡ് കൂടി ചെയ്യണം. അതാണിത് ഇവിടെ വെച്ചത് നമ്മൾ ചൂടാക്കിയത്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഒന്ന് ഫോൾഡാക്കി എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് ബെൻഡ് ചെയ്യണം അതിൻ്റെ പുറം വശമാണ് ശരിക്കും നമുക്ക് ചൂടാക്കേണ്ടത്. അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. ഒന്ന് ഫോൾഡാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. ലാസ്റ്റ് ഫൈനലിൽ ഇങ്ങനെ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സൈഡിൽ ആ പെൻ ഹോൾഡർ അതിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ പീസാണിത്. ഇത് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ 45 ഡിഗ്രി കട്ട് ചെയ്യണം. 45 ഡിഗ്രി ബ്ലേഡ് 45 ആംഗിളിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെച്ചതാണ്, സെറ്റാക്കി വെച്ചതാണ് മെഷീനകത്ത്. ഇനി അത് യു ഷേപ്പിൽ ആക്കിയെടുക്കും. 3 പീസും ജോഡിയാക്കിയിട്ട് ഡിഗ്രി അടിച്ചിട്ട് യു ഷേപ്പ് പോലെ ആക്കിയെടുക്കും.
അപ്പോൾ അതിൻ്റെ സെൻറ്ററത്തെ പീസാണ്. അതിൻ്റെ 2 സൈഡിൽ നമ്മൾ ഡിഗ്രി അടിക്കണം. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ്. ഇനി അത് ടാപ്പ് വെച്ച് ഒട്ടിക്കുക. മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ടച്ചാക്കി വെച്ചിട്ട് ടോപ്പും ബോട്ടൊക്കെ ഒരേ ലെവലാക്കി വെച്ചിട്ട് ആണ് ഒട്ടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ ക്ലിയർ ആവില്ല. ഒരേ ലെവലായിരിക്കണം ടോപ്പും ബോട്ടൊക്കെ. സെറ്റാക്കി നല്ല ടൈറ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ടാപ്പ് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാവും. ഇനി അതിനകത്ത് വെച്ച് നോക്കിയാൽ ഇങ്ങനെയാവും. ഇനി ഇത് കറക്റ്റ് അതിൻ്റെ എഡ്ജൊക്കെ ഒരേ ലെവലിൽ വെച്ചിട്ട് ഗ്ലൂ കൊടുക്കണം. ഗ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ആക്രിലിക്കിൻ്റെ ഗ്ലൂ എന്ന് പറയുന്നത് ക്ലോറോഫോമാണ്. മണത്താൽ ബോധമൊന്നും പോകാത്ത അത്ര ഡൈല്യൂട്ട് ചെയ്ത ക്ലോറോഫോമാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളെല്ലാ സൈഡിലും അത് ഗ്ലൂ കൊടുത്തു. ഇനി ഒരു കുറച്ച് സെക്കൻഡുകൾ പിടിച്ചാൽ തന്നെ അത് ഡ്രൈ ആവും. ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ടാവും. കുറച്ച് നേരം പിടിച്ചാൽ മതി. ഇനി നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെയാണ് ഫൈനൽ ഉണ്ടാവുക. ഇനി അതിൻ്റെ കംപ്ലീറ്റ് പേപ്പറുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ കാണും. ഇതാണ് അതിൻ്റെ ഒറിജിനൽ വ്യൂ. ഇതിനകത്ത് നമുക്ക് പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. ഓഫീസ് ടേബിളിൻ്റെ മേലൊക്കെ പെന്ന് ഇട്ട് വെക്കാം. പിന്നെ മൊബൈൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ടേബിളിലൊക്കെ വെച്ച് കോൾ ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാർഡ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. വിസിറ്റിംഗ് കാർഡ് ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ബാക്കിൽ നമുക്ക് ബ്രാൻഡഡ് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം. ഇപ്പോൾ കമ്പനീൻ്റെ പേരോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം, ലെറ്ററായിട്ട് ഒട്ടിക്കാം. അതാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത്. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.